യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം 15-ാം വാക്യം. യേശു ദൈവപുത്രൻ എന്ന് സ്വീകരിക്കുന്നവനിൽ ദൈവവും അവൻ ദൈവത്തിലും വസിക്കുന്നു. ഇവിടെ വചനം പറയുക, യേശു ക്രിസ്തു ദൈവപുത്രൻ എന്ന് സ്വീകരിക്കുന്നവനിൽ. യേശു ക്രിസ്തുവിനെ ആരായിട്ടാണ് സ്വീകരിക്കണ്ടേ? ദൈവപുത്രനായിട്ട് നമ്മൾ സ്വീകരിക്കുന്നുവെങ്കിൽ ദൈവവും അവൻ ദൈവത്തിലും വസിക്കുന്നു. ഇവിടെ ദൈവം എന്ന് പറയുന്നത് പിതാവാണ്. ബൈബിളിൽ പുതിയ നിയമത്തിൽ ഏറ്റവും അധികം ദൈവം എന്നുള്ള പദപ്രയോഗം പിതാവായ ദൈവത്തെക്കുറിച്ചാണ് പറയുന്നത്. യേശു ക്രിസ്തുവിനെ ദൈവപുത്രൻ എന്ന് സ്വീകരിക്കുന്നവനിൽ ദൈവവും അവൻ ദൈവത്തിലും വസിക്കുന്നു എന്ന് പറഞ്ഞാൽ, പിതാവായ ദൈവം നമ്മുടെ ഉള്ളിൽ വസിക്കണമെന്നുണ്ടെങ്കിൽ യേശു ക്രിസ്തുവിനെ നമ്മൾ ആരായിട്ട് സ്വീകരിക്കണം? ദൈവത്തിൻ്റെ പുത്രനായിട്ട് നമ്മൾ സ്വീകരിക്കണം. അപ്പം ദൈവത്തിൻ്റെ പുത്രനായി യേശു ക്രിസ്തുവിനെ നമ്മൾ സ്വീകരിച്ചാൽ ആര് നമ്മുടെ ഉള്ളിൽ വസിക്കും? പിതാവ് നമ്മുടെ ഉള്ളിൽ വസിക്കും. അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 27-ാമത്തെ വാക്യം, അവരോട് ജാതികളുടെ ഇടയിൽ ഈ മർമ്മത്തിൻ്റെ മഹിമാധനം എന്തെന്ന് അറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടമായി. ആ മർമ്മം മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ. ഇവിടെ വചനം പറയുക, ദൈവത്തിന് പ്രസാദം തോന്നി. എന്തിന്? ജാതികളുടെ ഇടയിൽ ഈ മർമ്മത്തിൻ്റെ മഹിമാധനം എന്തെന്ന് അറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടമായി. ആ മർമ്മം എന്താണെന്ന് ചോദിച്ചാൽ, മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ. ഇവിടെ തിരുവചനം പറയുക, മഹത്വത്തിൻ്റെ പ്രത്യാശ ക്രിസ്തു എവിടെ ഇരിക്കുന്നത്? നമ്മളിൽ ഇരിക്കുന്നു. അപ്പോൾ യേശു ക്രിസ്തുവിനെ ദൈവപുത്രൻ എന്ന് വിശ്വസിക്കുന്നവനിൽ പിതാവായ ദൈവം വന്ന് വാസം ചെയ്യുന്നു. ഇവിടെ വചനം പറയുന്നു, മഹത്വത്തിൻ്റെ പ്രത്യാശ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്ന്. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും അറിയുന്നില്ലയോ? ഇവിടെ വചനം പറയുന്നത് നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരം. അപ്പം നമ്മൾ ആരാ? ദൈവത്തിൻ്റെ മന്ദിരമാണ്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ വസിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളിൽ വസിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അപ്പൊ ദൈവത്തിൻ്റെ ആത്മാവ് എന്ന് അവിടെ പറയുന്നത് പരിശുദ്ധാത്മാവാണ്. അപ്പൊ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ഈ 3 വാക്യങ്ങളിൽ പിതാവായ ദൈവം നമ്മളിൽ വസിക്കുന്നുവെന്നും പുത്രനായ യേശു ക്രിസ്തു നമ്മളിൽ വസിക്കുന്നുവെന്നും പരിശുദ്ധ ആത്മാവ് നമ്മളിൽ വസിക്കുന്നുവെന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 23-ാം വാക്യം, യേശു അവനോട്, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും, എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും. ഇവിടെ വചനം പറയാ, യേശു അവനോട്, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും. അപ്പൊ യേശുക്രിസ്തുവിനെ സ്നേഹിക്കുന്നവർ യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തു ചെയ്യും? പ്രമാണിക്കും. അടുത്തത്, എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും. അതായത് യേശുക്രിസ്തുവിനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു പറഞ്ഞ വചനങ്ങളെ പ്രമാണിക്കുകയാണ്. അങ്ങനെ ദൈവവചനം പ്രമാണിക്കുമ്പോൾ അവനെ ആര് സ്നേഹിക്കും? പിതാവ്. യേശുക്രിസ്തു പറയാം, എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും. അടുത്തത്, ഞങ്ങൾ അവന്റെ അടുക്കൽ വന്ന് അവനോടുകൂടെ വാസം ചെയ്യും. ഞാൻ അവൻ്റെ അടുക്കൽ വന്ന് അവനോടുകൂടെ വാസം ചെയ്യും. ഒരാളാണെങ്കിൽ അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ. പക്ഷെ ഞങ്ങൾ അവൻ്റെ അടുക്കൽ വന്ന് അവനോടുകൂടെ വാസം ചെയ്യും. അപ്പം നമ്മൾ ദൈവത്തിൻ്റെ മന്ദിരമാണ്. നമ്മുടെ ഉള്ളിൽ വാസം ചെയ്യുന്നുണ്ട്. ആര്? പിതാവായ ദൈവം, പുത്രനായ യേശു ക്രിസ്തു, പരിശുദ്ധാത്മാവ്. ഇവിടെ വചനം പറയുന്നു, യേശു പറയുകയാണ്, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും. ആ വചനം പ്രമാണിക്കുന്നവനെ പിതാവും സ്നേഹിക്കും. എന്നിട്ട് പറയാ, ഞങ്ങൾ, കണ്ടോ ആ പദപ്രയോഗം കണ്ടോ? ഞങ്ങൾ അവൻ്റെ അടുക്കൽ വന്ന് അവനോടുകൂടെ വാസം ചെയ്യും. ഞാൻ വന്നു വാസം ചെയ്യും എന്ന് പറഞ്ഞാൽ പോരെ? ഒരു വ്യക്തിയാണെങ്കിൽ ഇവിടെ പറയാം, ഞങ്ങൾ വന്നു വാസം ചെയ്യും. ഈ വേദഭാഗങ്ങളിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും,
പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് 3 വ്യക്തികളാണെന്നും പിതാവായ ദൈവം നമ്മിൽ വസിക്കുന്നുവെന്നും പുത്രനായ യേശു ക്രിസ്തു നമ്മിൽ വസിക്കുന്നുവെന്നും പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കുന്നുവെന്നും ഞങ്ങൾ വന്ന് വാസം ചെയ്യുമെന്ന് പറയുന്നു. തിരുവചനം പറയുന്നത് നമ്മൾ ദൈവത്തിൻ്റെ കൂടാരമാണ്, ദൈവം നമ്മിൽ വസിക്കുന്നു.